അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സിറാക്ക, നമ്മളിവിടെ നിന്ന് വന്നിട്ടുള്ളത് നമ്മളെ പഴയ ഒരു പരിചയക്കാരുണ്ടല്ലോ, നമുക്കറിയോ? ആ, മൂപ്പര് നമുക്കറിയാം, റമദാൻ മാസമായിട്ട് കൊട്ടൻ ചൂടത്ത് നമുക്ക് പോലും നോമ്പെടുക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം. നമ്മളാ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്താനാണ് നാട്ടുകാർ നേരിട്ട് അവിടെ നിന്ന് ചോദിക്കുക കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ എത്ര കാലമായിട്ടുള്ള പരിചയം? കുറെ ഞാൻ 20 വർഷത്തിന് മേലുണ്ട്. 10 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. നമ്മളെ 8-10 വർഷമായി ഉണ്ടാവും അല്ലേ? ഈ നോമ്പിനൊക്കെ നേരം വെക്കുന്ന ബാങ്ക് കൊടുക്കണതിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് മൂപ്പര് വിളിക്കും. അത് ശരി. അങ്ങനെയുള്ള ബന്ധങ്ങൾ തന്നെ. പിന്നെ നമുക്ക് ആ വ്യക്തി ഒന്ന് പരിചയപ്പെടാം. നമ്മളെ വ്യക്തി വേലാചേട്ടൻ എന്ന് പറഞ്ഞ ആള് ഇവിടെ നമ്മൾ ഇരുത്തുന്നുണ്ട്. നിങ്ങൾ നോമ്പ് നോൽക്കൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 35 വർഷമായി. 35 വർഷമായിട്ട് നിങ്ങൾ നോമ്പ് എടുക്കുന്നുണ്ട്. നിങ്ങളെ ഭാര്യ ഒപ്പെടുക്കുന്ന ഒപ്പം തന്നെ ഇല്ല, ഈ കൊല്ലം എടുത്തിട്ടില്ല, മരണം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതിന്റെ പേരക്കുട്ടികളെ എടുത്തെടുത്തണോ? എടുത്തന്നെ, നോമ്പ് എടുത്തന്നെ. പിന്നെ ഇതായിട്ട് നമ്മൾ പറഞ്ഞ വ്യക്തി 35 വർഷമായിട്ട് നോമ്പെടുക്കുന്ന ഒരു എന്താ പറയാ, പേരിന് ശരിക്കും കേട്ടു നോക്കി നമ്മൾ നെട്ടിപ്പോകും. കാരണം നമ്മളെ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ നോമ്പെടുക്കാത്തവരുണ്ട്, ചൂട് കാരണം, ജോലിക്ക് പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഈ പച്ചയായ മനുഷ്യന്റെ പേര് നിങ്ങളെന്ന് ശരിക്കും പറഞ്ഞാൽ ആളുകൾ കേൾക്കട്ടെ. എന്താണല്ലേ? വേലായുധൻ പേര്. വേലായുധൻ. സ്ഥലം ഇവിടെ തന്നെ. നമ്മുടെ കൊടിയപ്പറമ്പ് എന്ന് പറയാം. ചാത്തുമ്പിളാക്ക് കൊടിയപ്പറമ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മളൊക്കെ പരിചയപ്പെടാനുള്ള കാരണം നമ്മൾ ഒരുപാട് റെസ്ക്യൂല് പരിചയപ്പെട്ടു. ഒരു 15 വർഷമായിട്ടുള്ള പരിചയം. ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. സേവന രംഗത്തൊക്കെ ഇറങ്ങിയിട്ട് കുറെ 10 വർഷമായി തുടങ്ങി. 10-20 വർഷമായിട്ട് സേവന രംഗത്തും സജീവമായിട്ടുണ്ടല്ലേ? നമുക്കറിയാം, ഒരുപാട് സന്നദ്ധ സേവന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന നമ്മുടെ വേലായുധന്റെ വീട്ടിലോട്ടൊക്കെ ഉള്ളത്. ഇതാണ് ഒരുപാട് രംഗങ്ങളിൽ നിന്ന്, ഒരുപാട് സ്റ്റേജുകളിൽ കയറി ഒരുപാട് ട്രോഫികളും മൊമെന്റുകളൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാട്ടോ. 10-20 വർഷങ്ങളായിട്ട് സേവന രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് കുറച്ച് ഇവിടെ ഉള്ളു, ബാക്കിയുള്ളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വെച്ചത് പഴക്കം വന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. ഇതും വെക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഒരു അട്ടപ്പെട്ടിയിൽ ഇട്ട് വെക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ 10-20 വർഷം സജീവ രംഗത്തായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമ്മളൊന്ന് നികത്തേണ്ടതാണ്. കാരണം പലരും എന്ത് പ്രയാസം വരുന്ന സമയത്തും വിളിക്കുമ്പോൾ ഓടി എത്തുന്ന വ്യക്തികളെ നമ്മളും കൂടെ പിടിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരം പറയാറുള്ളത്. അതായത് ഇതിപ്പോ നമ്മൾ ഇന്ന് ഇവിടെ പോയതിൻ്റെ നമ്മള് കവളപ്പാറ പ്രളയത്തിന്റെ പോയത്. കവളപ്പാറ പോയത്. അവിടെ പോയി അവിടെ 13 ബോഡി എടുത്തു. 13 ബോഡി എടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരൻ ചാടി അവിടെ ചാടിയത്. പിന്നെ മലക്കെട്ടിന്റെ അവിടെ എങ്ങനെ ഇവിടെ എത്തുന്നില്ല. ആള് നല്ല ആൾക്കൊള്ളായിരുന്നു, ആൾക്കൊള്ളാണ്. പക്ഷെ പിന്നെ ഇവിടുന്ന് SCA വിളിച്ച SCA രാത്രി 12 മണിക്ക് വിളിച്ചു തരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഒരാൾ വെള്ളത്തില് രാത്രി അമ്പലത്തെ രാത്രി 12 മണിക്ക് വിളിച്ച് വെള്ളം മൂടി വെക്കുന്ന സമയത്താ, ഇവിടെ ഒഴുക്കുള്ള സമയത്ത്. അതിന് ഞാൻ ഇവിടെ നോക്കി, ഇവിടെ നോക്കിയപ്പോ ഇവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എവിടെ ആളുടെ ചോദിച്ചു. പറഞ്ഞ് ആളീ ചണ്ടിനുള്ളിലുണ്ടായിരുന്നു. ഇവിടെ തിന്ന് എങ്ങനെ നടന്നൊന്നും എനിക്കറിയില്ല. വെള്ളം നല്ലോണ്ട്, നീന്താൻ കഴിയില്ല. എങ്ങനെ ഇവിടെ ഈ കാട്ടിനുള്ളിൽ നിന്ന് കിടക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ എന്താ വെച്ചാല് ഇതിൽ നടന്നു പോയിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയൊക്കെ ചോരുണ്ട്. ചോരൊക്കെ നടന്നു പോയ സമയത്ത് ചോരുണ്ട്. അപ്പൊ എന്താ സംഭവം മനസ്സിലായില്ല. അപ്പൊ ഒരാൾ ഇവിടുന്ന് പറയുന്നുണ്ട് ആളെ അടി കിട്ടി നേരെ തലക്ക്, ആ തല പൊട്ടിയിട്ടുണ്ട്. പിന്നെ മീൻ വളർത്തുന്നുണ്ട് ഇതില്. അപ്പൊ തോണിയുണ്ട്, ചെറിയ തോണിയുണ്ട്. ആ തോണി തുഴഞ്ഞു പോന്നെ. ഞാൻ ഇവിടെ നിന്ന് ആളെ ഇവിടെ നിന്നിട്ട് വിളിച്ചപ്പോ ആള് വഴങ്ങുന്നില്ല. ബോധമുണ്ട്, നടക്കുന്ന കുഴപ്പമില്ല, ബോധമുണ്ട്. അപ്പൊ മനസ്സിലായത് എന്ത് ഞാൻ മനസ്സിലല്ലേ. പിന്നെ ബാറ്റ് റിഫ്ലക്റ്റിന്റെ കോട്ടുണ്ടായിരുന്നു, കമകാരന്റെ കോട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ഇയാള് പറഞ്ഞ പോലീസായിരുന്നു. അത് പേടിച്ചു പോയി. ഞാൻ പോലീസുകാരനല്ല ഈ പേടിക്കുന്ന. അല്ലല്ല, അയാള് പോയി തന്നെ ഉള്ളിൽ ഇറക്കാൻ. ഞാൻ തോണി ചെന്നു അടുപ്പിച്ച് ചെയ്യാനോട് പറഞ്ഞു, സാറ് കയറിട്ട് എഴുതിയായിരുന്നു, വണ്ണം കൊണ്ട് കയറിട്ട് എഴുതിയായിരുന്നു. കയറിട്ടെന്നു.
അയാളെ കൈ ഒന്ന് കൂട്ടി കെട്ടി തോണി കയറ്റി പിന്നെ ചാടി മരിച്ച ഉത്തരവാദി ഞാനാവും. എനിക്ക് പേടിയുണ്ട്, കാരണം എന്ത് തോണി കഴിഞ്ഞ് കൊണ്ടുപോകണം. അങ്ങനെ എന്താ വെച്ചാല് പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കയറ്റി. ബോഡിയും ബുദ്ധിപ്പെട്ട തന്നെ ഈ പെരക്കാരൻ്റെ ബോഡിയാണ് വേലായിട്ട് തന്നെ ഇതേപോലെ. അല്ലല്ല, അത് പിറ്റേ രാവിലെ തലേന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ചാടിയത്. അപ്പൊ ഈ ബോഡി പൊന്തിക്കണ്, മലന്നൊരു പൊന്തിക്കുന്ന ബോഡി. അപ്പൊ ഞാന് പിന്നെ ഈ പനയമ്പറമ്പ് ഇല്ല അറിഞ്ഞില്ല. അതിന് ഞാൻ പനയമ്പറമ്പ് സ്കൂളിലെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു, എക്സസൈസിന്റെ പരിപാടി പങ്കെടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് സിയെ വിളിച്ചു, ഏട്ടങ്ങനെ സംഭവം ഉണ്ട്, പിന്നെ ഒരാളെ ബോഡി പൊന്തി കാണുന്നുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ടില്ല, ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. എൻ്റെ അങ്ങനത്തെ പരിപാടിയിലാണ്, ഞാൻ വെച്ചുകൊള്ളാൻ തന്നെ. എന്നെ അവിടെ വന്നു ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു അത് പെരക്കാനെന്ന് പറഞ്ഞു. നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ അത് വെള്ളത്തിൽ പോയാലും കിണറ്റിൽ വീണാലും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചളരി ഭാഗത്ത്, ഉൾപ്രകള ഭാഗത്തൊക്കെ. അപ്പം നമുക്ക് ഇതിലിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വരായിട്ട് 10-20 വർഷങ്ങളായിട്ട് പല സേവനങ്ങളും പല സ്ഥലങ്ങളിലും ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ഇപ്പോഴും പറയുന്നത് അല്ലേ, എപ്പോഴും ഇവർക്കൊരു വാക്യേ പറയാനുള്ളൂ, ഏത് സമയത്ത് ആര് വിളിച്ചാലും നമ്മൾ ആ കോള് ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് പറഞ്ഞ നാട്ടിലുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടും എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ അടിയിൽ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് സമയത്തുണ്ടെങ്കിലും ഇവരെ ബന്ധപ്പെടാം.